സിനിമാ രംഗത്ത് നിന്നുള്ള പുതിയ വിശേഷങ്ങളുമായി എത്തുന്ന സിൽവർ സ്ക്രീനിന്റെ പുതിയൊരു എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പതിവ് പോലെ ഒരു പുതിയ ചിത്രത്തിന്റെ ചിത്രീകരണ വിശേഷങ്ങളുമായി സിൽവർ സ്ക്രീനിൽ ആദ്യം ലൊക്കേഷൻ റിപ്പോർട്ട്. നവാഗത സംവിധായകൻ പ്രജീഷ് സെൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ക്യാപ്റ്റൻ എന്ന ചിത്രത്തിന്റെ ചിത്രീകരണം പുരോഗമിക്കുന്നു. ഇന്ത്യയിലെ എക്കാലത്തെയും മികച്ച ഫുട്ബോൾ കളിക്കാരനായ മലയാളിയായ VP സത്യന്റെ കഥയാണ് ചിത്രം പറയുന്നത്. ചിത്രത്തിൽ ജയസൂര്യയാണ് VP സത്യന്റെ കഥാപാത്രമായി എത്തുന്നത്. കേരളത്തിന്റെ പ്രിയപ്പെട്ട ഫുട്ബോളറായിരുന്ന VP സത്യൻ കേരള പോലീസ് ടീമിന്റെ ഭാഗമായിരുന്നപ്പോൾ സേവനമനുഷ്ഠിച്ചിരുന്ന മലപ്പുറത്തെ MSP ക്യാമ്പിലായിരുന്നു ചിത്രത്തിന്റെ ആദ്യ ദിനങ്ങളുടെ ചിത്രീകരണം. VP സത്യൻ എന്ന ഫുട്ബോളറുടെ പോലീസുകാരന്റെ ജീവിതത്തിലെ നിർണായകമായ മുഹൂർത്തങ്ങളാണ് ക്യാമ്പിനുള്ളിലെ ക്വാർട്ടേഴ്സിൽ സംവിധായകൻ ചിത്രീകരിച്ചത്. ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ഫുട്ബോളറായ VP സത്യന്റെ 85 മുതൽ 2006 വരെയുള്ള ജീവിത കാലഘട്ടമാണ് ക്യാപ്റ്റൻ എന്ന ചിത്രത്തിലൂടെ ദൃശ്യവൽക്കരിക്കുന്നത്. ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ എക്കാലത്തെയും മികച്ച നായകന്മാരിൽ ഒരാളായ VP സത്യൻ കണ്ണൂരിലെ ചൊക്ലി എന്ന ഗ്രാമത്തിലാണ് ജനിച്ചത്. ഫുട്ബോളിന് പുറത്ത് മറ്റൊരു ജീവിതം സത്യനുണ്ടായിരുന്നു എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഈ ചിത്രം ഒരുങ്ങുന്നത്. ഫുട്ബോളിനൊപ്പം ഭാര്യ, മകൾ, സഹോദരൻ, സഹോദരി, അച്ഛൻ, അമ്മ, സഹകളിക്കാർ, സഹപ്രവർത്തകർ എന്നിവരെല്ലാം ചിത്രത്തിന്റെ ഭാഗമാകുന്നു.
എന്നതുകൊണ്ടും അയാളുടെ ജീവിതമാണ് സിനിമ എന്നതുകൊണ്ടും സത്യനെ അവിസ്മരണീയമാക്കിയ കളികളുടെ ആവേശവും ചിത്രത്തിൽ നിറയുന്നു. പ്രതിഭ വേണ്ടുവോളം ഉണ്ടായിട്ടും നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയ സത്യൻ എന്ന ഫുട്ബോളർക്ക് വേണ്ടത്ര അംഗീകാരം ലഭിച്ചില്ല എന്ന തിരിച്ചറിവും ചിത്രമൊരുക്കാൻ സംവിധായകന് പ്രചോദനമായി. സത്യനെ പോലെ മികച്ച ഫുട്ബോളർമാർ വേറെയും ഉണ്ടെങ്കിലും എന്തുകൊണ്ട് VP സത്യന്റെ ജീവിതം തന്നെ സിനിമയാക്കാൻ തിരഞ്ഞെടുത്തു എന്ന ചോദ്യത്തിന് പ്രജീഷ് സെന്നിന് വ്യക്തമായ മറുപടിയുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ നാഷണൽ ടീമിൻ്റെ ക്യാപ്റ്റനായിട്ട് ഇരുന്നിട്ടുള്ള ഒരാളാണ് VP സത്യൻ. ഏക മലയാളി ആണ് VP സത്യൻ. അപ്പോൾ ഇന്ത്യ വേൾഡ് കപ്പിൻ്റെ യോഗ്യതാ മത്സരത്തിൽ ഏതാണ്ട് 100-ന് താഴെയുള്ള റാങ്കിങ്ങിൽ എത്തിയത് സത്യൻ ക്യാപ്റ്റനായിരിക്കുന്ന കാലത്താണ്. അതുപോലെ നിരവധി മത്സരങ്ങൾ ഇന്ത്യയിൽ ഫുട്ബോളിന് എന്തെങ്കിലും തരത്തിലുള്ള നേട്ടങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ പിന്നിലെ ഒരു ശക്തിയായിരുന്നു VP സത്യൻ്റെ ക്യാപ്റ്റൻസി. അപ്പോൾ അതുപോലെ ഒരു വളരെ സ്ട്രോങ് ആയ ഒരു ക്യാപ്റ്റൻ ആയിരുന്നു സത്യൻ. അദ്ദേഹം നിർഭാഗ്യവശാൽ 2006-ൽ മരണപ്പെടുകയാണ് ഉണ്ടായത്. നമ്മളുടെ കായിക ലോകത്തിന് ഭയങ്കര നഷ്ടം വരുത്തിക്കൊണ്ട് അദ്ദേഹം മരിച്ചുപോയി. അപ്പോൾ അദ്ദേഹം ബാക്കി വെച്ച അദ്ദേഹത്തിൻ്റെ ലൈഫിലെ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് ഉണ്ട്. ആ കാര്യങ്ങളൊക്കെ പരാമർശിച്ച് പോകാൻ വേണ്ടിയാണ് നമ്മൾ ഈ പ്രമേയം സിനിമയാക്കാൻ തീരുമാനിച്ചത്. ഒരു മുൻ മാധ്യമപ്രവർത്തകൻ കൂടിയായ പ്രജീഷ് സെൻ അക്കാലത്ത് VP സത്യനെ കുറിച്ച് ഒരു സ്റ്റോറി ചെയ്യാനായി ശേഖരിച്ച വിവരങ്ങളാണ് ഈ സിനിമയ്ക്ക് ആധാരം. ചിത്രത്തിന്റെ രചയിതാവ് കൂടിയായ പ്രജീഷ് രചനാവേളയിൽ നേരിട്ട വെല്ലുവിളികളെ സധൈര്യം അതിജീവിച്ചു. ഏതാണ്ട് 5 വർഷത്തിലധികം എടുത്തു ഇതിൻ്റെ ഇതൊരു സിനിമയുടെ ഈ ചിത്രീകരണം വരെ എത്തുന്നവരുള്ള രൂപത്തിലേക്ക് എത്താൻ. അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിക്കണം. കാരണം ഒരുപാട് ഒരുപാട് ഇടങ്ങളിൽ വർക്ക് ചെയ്ത, ഒരുപാട് സ്ഥലങ്ങളിൽ പോയി കളിച്ച ഒരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈഫ് തേടി പോയി അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എടുക്കൽ തന്നെ വളരെ പ്രയാസം നിറഞ്ഞൊരു കാര്യമാണ്. അത് കണ്ടുപിടിച്ചു. അതിനുശേഷം അതൊരു റിയൽ ലൈഫ് സ്റ്റോറിയാക്കി നമ്മൾ എഴുതുകയാണ്. അപ്പോൾ റിയൽ ലൈഫ് സ്റ്റോറിയായിട്ട് എഴുതുമ്പോൾ അതിനകത്ത് ഉണ്ടാകുന്ന പ്രതിസന്ധികൾ, അതിൽ പലരും സത്യേട്ടൻ ഒഴികെയുള്ള ബാക്കി എല്ലാവരും ജീവിച്ചിരിക്കുന്നവരാണ്. അദ്ദേഹത്തിൻ്റെ ലൈഫുമായി ബന്ധപ്പെട്ട ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ജീവിതങ്ങളുടെ ഭാഗം കൂടി നമുക്ക് ഇതിനകത്ത് പറയേണ്ടി വരും. അതുപോലെ ആ കാലഘട്ടം, അദ്ദേഹം ജീവിച്ച കാലഘട്ടം, അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങളുടെ കാലഘട്ടം, ഇതൊക്കെ പഴയതാണ്. കാരണം 2006-ൽ അദ്ദേഹം മരണപ്പെട്ടു. അതിനു മുമ്പുള്ള അദ്ദേഹത്തിൻ്റെ കാലഘട്ടമാണ് നമ്മളതിൽ പറയുന്നത്. അപ്പോൾ അത് തീർച്ചയായും വെല്ലുവിളി നിറഞ്ഞ ഒന്നായിരുന്നു നമുക്ക് ഇതിൻ്റെ തിരക്കഥ എന്ന് പറയുന്നത്. സിൽവർ സ്ക്രീനിലെ തുടർ കാഴ്ചകൾക്ക് മുൻപായി ഒരു ചെറിയ ഇടവേള. കേരളത്തിലെ പുതുതലമുറയ്ക്ക് VP സത്യൻ അപരിചിതനാണെങ്കിലും കൊൽക്കത്തയിലെ തെരുവ് വീഥികളിൽ ഇന്നും സത്യന്റെ കളിവീര്യങ്ങൾ സാക്ഷ്യം പറയുന്നവരുണ്ട്. ജയസൂര്യ എന്ന താരത്തിന്റെ എക്കാലത്തെയും മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നാകും ക്യാപ്റ്റനിലേത്. ദീർഘനാളത്തെ പരിശീലനത്തിനും പ്രയത്നത്തിനും ശേഷമാണ് VP സത്യനായി ജയസൂര്യ ക്യാമറയ്ക്ക് മുന്നിൽ എത്തുന്നത്. ഈ ആത്മസമർപ്പണം തന്നെയാണ് പ്രജീഷിനെ ജയസൂര്യയ്ക്ക് മുൻപിൽ എത്തിച്ചത്. VP സത്യൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ ജയസൂര്യ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം, ജയസൂര്യ ഒരു ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. ഒരു കഥാപാത്രമാവാൻ ഇപ്പോൾ അപ്പോത്തിരിക്കര എന്ന് പറയുന്നൊരു സിനിമ നമ്മൾ കണ്ടു.
അതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പല സിനിമകളും എടുത്ത് പരിശോധിച്ചാൽ ഇപ്പോൾ സുസു, വാത്മീകം, പ്രേതം, അങ്ങനെ പല ഓരോ സിനിമയിലും ഓരോ തരത്തിൽ അദ്ദേഹത്തിൻ്റെ ശൈലിയും ജീവിതശൈലിയും മാറ്റി ആ കഥാപാത്രമാവാൻ എടുക്കുന്ന എഫർട്ട് ഭയങ്കര വലുതാണ്. അത് ചെയ്യുന്ന മലയാളത്തിലെ ഇപ്പോൾ ഉള്ള ഏക ആർട്ടിസ്റ്റ് ജയസൂര്യയാണെന്ന് പറയാം. കാരണം ഈ ഒരു കഥ നമ്മൾ ജയസൂര്യയിലേക്ക് എത്തുമ്പോൾ തന്നെ അദ്ദേഹം ഇത് കേൾക്കുകയും ഭയങ്കര താല്പര്യത്തോടെ എടുക്കുകയും അതിനുശേഷം VP സത്യനാവാൻ അദ്ദേഹം നടത്തിയ റിസർച്ച് വളരെ വലുതാണ്. ഒരു ആർട്ടിസ്റ്റും കാണിക്കാത്ത വിധം താല്പര്യമെടുക്കുകയും അദ്ദേഹം പ്രാക്ടീസ് ചെയ്യുകയും VP സത്യനെ പരിശീലിപ്പിച്ച പരിശീലകരാണ് നമ്മുടെ ഇദ്ദേഹത്തിന് ജേക്കബ് സാറും അതുപോലെ ജോയി സാറും അടങ്ങുന്ന സത്യേട്ടൻ്റെ പരിശീലകർ തന്നെയാണ് ഇതിൽ ജയസൂര്യയ്ക്ക് പരിശീലനം നൽകിയിട്ടുള്ളത്. ഏതാണ്ട് 3-4 മാസം അദ്ദേഹം ഇതിനു വേണ്ടിയുള്ള ഭയങ്കരമായ പരിശ്രമത്തിലായിരുന്നു. നല്ല പ്രാക്ടീസൊക്കെ ചെയ്ത് ഒരു ഫുട്ബോൾ പ്ലെയർ ആവാൻ വേണ്ടുന്ന എല്ലാ ശാരീരിക യോഗ്യതകളും നേടിയിട്ടാണ് അദ്ദേഹം ഈ കഥാപാത്രം ചെയ്യാൻ വന്നത്. അപ്പോൾ അതിനുവേണ്ടി മെനക്കെടുന്ന ഒരാൾ, അല്ലെങ്കിൽ അതിനുവേണ്ടി കഷ്ടപ്പെടാൻ തയ്യാറാകുന്ന ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ആണ് ജയസൂര്യ നമ്മൾ ഇതിലേക്ക് വേണ്ടി തിരഞ്ഞെടുത്തത്. സത്യന്റെ ഭാര്യ അനിതയാണ് ചിത്രത്തിലെ മറ്റൊരു പ്രധാന കഥാപാത്രം. സത്യനെ അനിതയ്ക്ക് അറിയാവുന്നതുപോലെ മറ്റാർക്കും അറിയില്ല. എങ്കിലും അനിതയ്ക്ക് പോലും പൂർണ്ണമായും പിടികൊടുക്കാത്ത ഒരു വ്യക്തിയായിരുന്നു VP സത്യൻ. അനു സിതാരയാണ് ചിത്രത്തിൽ ഭാര്യ കഥാപാത്രമായ അനിതയെ അവതരിപ്പിക്കുന്നത്. ഈ സിനിമയിൽ എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് അനിത സത്യൻ എന്നാണ്. പണ്ട് കാലത്തെ ഒരു നായർ തറവാട്ടിൽ അച്ഛനെയും അമ്മയൊക്കെ ഭയങ്കര അനുസരിച്ച് പുറത്തുപോയി പഠിക്കുന്ന ഒരു ക്യാരക്ടറാണ്. ഫുക്രി എന്ന ചിത്രത്തിന് ശേഷം വീണ്ടും അനു സിത്താര ജയസൂര്യയ്ക്കൊപ്പം അഭിനയിക്കുന്ന ചിത്രം കൂടിയാണ് ക്യാപ്റ്റൻ. ജയേട്ടൻ്റെ കൂടെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനൊന്നും അടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇവിടെ എല്ലാവരും അതെ, ഫുക്രിയിലുണ്ടായിരുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ എനിക്ക് ശരിക്കും എനിക്കറിയാവുന്ന അല്ലെങ്കിൽ എൻ്റെ ഫാമിലി മെമ്പേഴ്സിൻ്റെ കൂടെ വീണ്ടും ഒന്നിച്ചൊരു പിന്നെ സന്തോഷമാണ്. പിന്നെ ജയേട്ടനായാലും ഫുക്രിയിൽ തന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പെർഫോം ചെയ്യാനായിട്ട്. കുറേ ടിപ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇവിടെ എനിക്ക് എൻ്റെ അനിത എന്നുകൊണ്ട് ക്യാരക്ടറാകാൻ വേണ്ടിയിട്ട് ചേട്ടൻ എന്തായാലും എന്നെ ഹെൽപ്പ് ചെയ്യുന്നൊരു വിശ്വാസവും അതുകൊണ്ടൊക്കെ തന്നെയാണ് ശരിക്കും ഈ ഒരു ക്യാരക്ടർ ഏറ്റെടുക്കുക എന്ന് ഞാൻ തീരുമാനിച്ചത്. തൻ്റെ മുൻ കഥാപാത്രങ്ങളിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായ ഒരു കഥാപാത്രമാണ് അനിതയിലൂടെ അനു സിത്താരയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. ഫുക്രിയിലെ ക്യാരക്ടർ രാമൻ്റെ ഏതെന്തോട്ടം, പിന്നെ ക്യാപ്റ്റൻ, 3 ക്യാരക്ടറും ഭയങ്കര വ്യത്യാസമുള്ള ക്യാരക്ടറാണ്. ഫുക്രിയിൽ അത്ര പ്രായമൊന്നുമില്ലാത്ത ചെറിയൊരു കുട്ടി, എന്താ പറയുക, ഭയങ്കര എപ്പോഴൊരു വിഷമം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന കുട്ടിയായിരുന്നു. പിന്നെ നേരെ തിരിച്ച് രാമൻ്റെ ഏതെന്തോട്ടത്തിലേക്ക് എത്തുമ്പോൾ പിന്നെ ഒരു 8 വയസ്സുള്ള കുട്ടിയുടെ അമ്മയായിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഭയങ്കര എന്താ പറയുക, ബോൾഡാണ്. പിന്നെ എന്നാലും ഭർത്താവിൻ്റെ കൂടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി മുന്നോട്ട് പോകുന്നൊരു ക്യാരക്ടറായിരുന്നു. നേരെ തിരിച്ച് ക്യാപ്റ്റനിലേക്ക് വരുമ്പോൾ അതേപോലെ തന്നെ 3 കാലഘട്ടങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ കല്യാണം കഴിയുന്നതിന് മുമ്പുണ്ട്, കല്യാണം കഴിഞ്ഞതിന് ശേഷമുണ്ട്, കുട്ടിയായതിനു ശേഷമുണ്ട്. അപ്പോൾ അങ്ങനെയൊരു ചേഞ്ചസൊക്കെ ഈ സിനിമയിൽ ക്യാരക്ടറിന് വരുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു 3 ക്യാരക്ടറിനും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഇത് കുറച്ചുകൂടെ പഴയ കാലഘട്ടമാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇത് റിയൽ ആയിട്ടൊരു ക്യാരക്ടറാണ് അനിത സത്യൻ എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണെന്നൊക്കെ നോക്കിയിട്ട് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. ഭാര്യയെ കൂടാതെ സത്യൻ്റെ സഹോദരൻ സതീഷ്, അമ്മ, അച്ഛൻ തുടങ്ങിയവരും സിനിമയുടെ ഭാഗമാകുന്നു. സന്തോഷ് കീഴാറ്റൂരാണ് സത്യന്റെ സഹോദരന്റെ കഥാപാത്രമായി ഈ ചിത്രത്തിലെത്തുന്നത്. ഇതിൽ എൻ്റെ കഥാപാത്രം VP സത്യൻ്റെ മൂത്ത ചേട്ടൻ്റെ വേഷമാണ്. ഇന്നും അദ്ദേഹം ജീവിച്ചിരിക്കുന്നുണ്ട്. സതീഷ് എന്നാണ് പേര്. സത്യൻ്റെ എല്ലാ കാര്യങ്ങൾക്കും അത്രയധികം പ്രൊമോട്ട് ചെയ്ത, വളരെ എനർജറ്റിക്കായിട്ട് കൂടെ നിന്ന, എപ്പോഴും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നല്ല മനസ്സിനുടമയാണ് ഈ സതീഷ് എന്ന് പറയുന്ന കഥാപാത്രം. ഇപ്പോഴും ഞാൻ പറഞ്ഞതുപോലെ സത്യേട്ടൻ്റെ VP സത്യൻ്റെ ജ്യേഷ്ഠൻ ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ ആ ഒരു ക്യാരക്ടർ, ജീവിച്ചിരിക്കുന്ന ആളുടെ ഒരു ക്യാരക്ടർ ചെയ്യാൻ അവസരം കിട്ടിയതിൽ വലിയ സന്തോഷത്തിലാണ്. കളിക്കളത്തിൽ സത്യനൊപ്പം ഉണ്ടായിരുന്ന, സത്യന് എതിരെ കളിച്ച ടീമിൽ ഉണ്ടായിരുന്നവർ അടക്കമുള്ള കളിക്കാർ ചിത്രത്തിൽ അണിനിരക്കുന്നു എന്നതാണ് ചിത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത.
രാജാണ് ചിത്രത്തിനു വേണ്ടി ക്യാമറ ചലിപ്പിക്കുന്നത്. ദ ഗ്രേറ്റ് ഫാദർ ആണ് റോബിയുടെ കഴിഞ്ഞ ചിത്രം. വിജയ് ശങ്കർ എഡിറ്ററായി പ്രവർത്തിക്കുന്ന ചിത്രത്തിന്റെ കലാസംവിധാനം സിറിൽ കുരുവിളയാണ്. ലിപിൻ മേക്കപ്പ് മാനായി പ്രവർത്തിക്കുന്ന ചിത്രത്തിന്റെ കോസ്റ്റ്യൂമർ അരുണാണ്. റഫീഖ് അഹമ്മദാണ് ചിത്രത്തിനു വേണ്ടി ഗാനങ്ങൾ എഴുതിയിരിക്കുന്നത്. ഗോപി സുന്ദറിന്റേതാണ് സംഗീതം. ഗുഡ്വിൽ എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ TL ജോർജ് ആണ് ചിത്രം നിർമ്മിക്കുന്നത്. ജോബി ജോർജ് ആണ് ചിത്രത്തിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ. AD ശ്രീകുമാറാണ് ക്യാപ്റ്റന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ. പ്രണവ് മോഹൻ, ജയശീലൻ, സദാനന്ദൻ എന്നിവർ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്സായി പ്രവർത്തിക്കുന്നു. മലപ്പുറം, കോഴിക്കോട് എന്നിവിടങ്ങളിലായി ദ്രുതഗതിയിൽ ചിത്രീകരണം പുരോഗമിക്കുന്ന ചിത്രം ഉടൻ പൂർത്തിയാവും. സിൽവർ സ്ക്രീനിൽ വീണ്ടും ഒരു ചെറിയ ഇടവേള കൂടി.